ഗൈസ്, അപ്പോൾ ഇതാ നമുക്ക് ഒരു കാലം നിറച്ചും നല്ല കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇവന്മാർ നമുക്കൊന്ന് അച്ചാറിട്ടങ്ങ് എടുത്താലോ? കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ കസിൻ വന്നപ്പോൾ കൊണ്ടു തന്നതാണ് കേട്ടോ ഈ ഒരു കലം കണ്ണിമാങ്ങ മാത്രമല്ല, ഒരു കുപ്പി നല്ല മാങ്ങാച്ചാറും കൊണ്ടു തന്നായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ 2 ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ മാങ്ങ ഇരിക്കുന്നത് നമുക്കൊന്ന് അച്ചാറും കൂടി ഇടാലോ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എൻ്റെ കണ്ണിമാങ്ങ അച്ചാർ നിങ്ങൾക്കും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടി ഞാനിവിടെ നല്ല പിരിയൻ മുളകാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പിരിയൻ മുളക് അഥവാ കുമിട്ടി എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ ഇപ്പോൾ കാശ്മീരി ചില്ലിയെല്ലാം വരുന്നില്ലേ, അതിൻ്റെ കളർ മാത്രം ഉള്ളത്, എരിവില്ലാത്ത നല്ല മുളകില്ലേ, അതാ കേട്ടോ ഇത്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാനിവിടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചിവിടെ ഉലുവ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. ഇനി ഉലുവ മാത്രമല്ല, നമുക്ക് കടുകും കൂടെ വേണം കേട്ടോ. കടുക് വറക്കൊന്നും വേണ്ട, കടുക് നമുക്ക് പച്ചക്കങ്ങ് അരച്ചിടാം കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള കടുകും ഉലുവയും എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ പോയി വേഗം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചോണ്ട് വന്നാലോ? അങ്ങനെ ആദ്യം തന്നെ ഇതാ നമുക്ക് ആവശ്യമുള്ള കടുക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഉലുവയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് പോയി കറക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ ഉലുവയും കടുവും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ അച്ചാറിന് ആവശ്യമായ ഇച്ചിരി ചൂടുവെള്ളവും കൂടി ആക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. അങ്ങനെ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നമ്മുടെ മുളകൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മുളക് അരയ്ക്കാൻ വേണ്ടി ഞാനിവിടെ നമ്മുടെ മാങ്ങയുടെ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം മുളക്. അങ്ങനെ ഇതാ മഞ്ഞൾ വെള്ളവും നമ്മുടെ ഉലുവയും കടുവും പൊടിച്ചതും നമ്മുടെ മുളക് അരച്ചതും കൂടെ ഞാനിവിടെ എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മാങ്ങയിലേക്ക് നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഈ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ടേ. നല്ലപോലെ അതിൻ്റെ മാങ്ങയിലേക്ക് പിടിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച മുളകും കൂടി അങ്ങ് ഇട്ട് കൊടുത്താലോ? അങ്ങനെ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അച്ചാറിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ ഇത് അടുപ്പയിൽ വെച്ച് വേവിക്കുന്നില്ല. രണ്ടാമത് ഇതിൽ എണ്ണ എന്ന് പറയുന്ന സാധനം നമ്മൾ തൊടുന്നില്ല കേട്ടോ. മുളകെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മൾ മഞ്ഞൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ മാങ്ങയുടെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ മഞ്ഞൾ വെള്ളം കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ 5 മിനിറ്റും കൊണ്ട് നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ണിമാങ്ങ അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിടാത്ത നല്ല മാങ്ങകളും നല്ല മൂവാണ്ടൻ മാങ്ങയെല്ലാം ഇല്ലേ, അതൊക്കെ ഈ രീതിയിൽ അച്ചാറിട്ട് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. സാധാരണ നമ്മൾ അച്ചാറിടുമ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർക്കുന്നില്ലേ. അപ്പം നമ്മുടെ ഈ ഒരു അച്ചാറിന് ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളി അച്ചാറും കൂടി ആകട്ടോ ഇത്. അവരും വിചാരിക്കും ഇതൊന്നും ഇടാത്ത എന്തൊരു അച്ചാറാണ്. പക്ഷേങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ അച്ചാർ ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കഴിക്കാൻ എടുക്കാവുള്ളൂ കേട്ടോ. എന്നാലേ നമ്മുടെ മുളകും ഉപ്പും പുളിയും എല്ലാം ഇതിന് പിടിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.